ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ സെഷനാണ്. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്റർ 3 ഭാഗമായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആദ്യം വെക്ടേഴ്സ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് പഠിക്കും. അതിനുശേഷം സർക്കുലർ മോഷൻ്റെ ബേസിക്സ് പഠിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു 3 സെഷനായിട്ട് നമ്മൾ ഈ വെക്ടേഴ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ആദ്യത്തെ സെഷനിൽ വെക്ടേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം, അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. നൾ വെക്ടർ എന്താണ്, യൂണിറ്റ് വെക്ടർ എന്താണ്, മാഗ്നിറ്റ്യൂഡ് അതിന് മോഡുലസ് എങ്ങനെ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വെക്ടർ അഡീഷനെ കുറിച്ചും വെക്ടർ സബ്ട്രാക്ഷനെ കുറിച്ചും ലോ ഓഫ് വെക്ടർ അഡീഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ 3 സെഷൻ കാണാത്തവർ ഇവിടെ കാർഡ്സിൽ പോയി ആ സെഷൻസ് കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ സെഷൻസിൻ്റെ ലിങ്ക്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെഷൻ കാണാൻ ആ സെഷൻ കാണണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അത് കണ്ടിട്ട് വരുന്നതായിരിക്കും ഫ്ലോയിന് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ കമ്പോണൻസ് എങ്ങനെ എടുക്കും, ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻറ്റിലോട്ട് എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യും എന്നുള്ള കാര്യവും പിന്നെ വെക്ടർ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചും ആയിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ വെക്ടറിലുള്ള 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ പറയാറുണ്ട് സ്ഥിരം. വെക്ടേഴ്സ് എന്നല്ല, ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പറഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങൾ പറയാറുണ്ട്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതിൽ വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ അഡീഷൻ ചെയ്യുന്നു, എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യുന്നു കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്ടർ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ സെഷൻ തുടങ്ങും മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടും വളരെ സ്നേഹത്തോടെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർക്സ് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് കമൻസിൽ പോയി അത് എഴുതാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുത്തോളാം. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ആദ്യം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നൾ വെക്ടർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്താണ് എന്ന് നമ്മൾ സെഷൻ നമ്പർ 1-ൽ നോക്കിയായിരുന്നു. ഏതൊരു ഡയറക്ഷനിലും നമുക്ക് ഒരു 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ, അതിന് തന്നെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് എനിക്കൊരു വെക്ടർ ആണെന്ന് വിചാരിക്കാം. ഇത് 5 ന്യൂട്ടൺ, ഒരു ഫോഴ്സ് വെക്ടറാണ്, 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഇതൊരു 45 ഡിഗ്രിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള യൂണിറ്റ് വെക്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതേ 45 ഡിഗ്രിയിൽ ഒരു 1 ന്യൂട്ടൺ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതാണ് അവിടെയുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ പറയുന്നത് ആ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ആയി വരയ്ക്കുന്ന വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ സെഷൻ നമ്പർ 1-ൽ പറഞ്ഞിരുന്നു. അപ്പോൾ നൾ വെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നൾ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ വരയ്ക്കുന്ന 0 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ നൾ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കിട്ടും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെക്ടർ ഞാൻ വരച്ചു. ഇത് 5 ന്യൂട്ടൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. 45 ഡിഗ്രിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു നൾ വെക്ടർ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെക്ടറിൻ്റെ നെഗറ്റീവ് എനിക്ക് എടുക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു വെക്ടർ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഈ പേനയുടെ ഡയറക്ഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ വെക്ടർ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, ഇത് എ വെക്ടർ ആണെങ്കിൽ നെഗറ്റീവ് എ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ നേർ ഓപ്പോസിറ്റ് ഒരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. 180 ഡിഗ്രി തിരിഞ്ഞ ഒരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 5 ന്യൂട്ടൺ നെഗറ്റീവ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പോകുന്ന, അതായത് നെഗറ്റീവ് 45 ഡിഗ്രിയിൽ പോകുന്ന, അല്ലെങ്കിൽ ആ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് പോകുന്ന ഒരു 5 ന്യൂട്ടൺ വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടിനെയും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നൾ വെക്ടർ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയാം. വി ഗെറ്റ് നൾ വെക്ടർ when we add equal and opposite vectors. ഓക്കെ, എപ്പോഴൊക്കെയാണോ ഈക്വലും ഓപ്പോസിറ്റ് ആയ വെക്ടേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമുക്ക് നൾ വെക്ടർ കിട്ടുന്നത്. അപ്പോൾ എ പ്ലസ് നെഗറ്റീവ് ഓഫ് എ വിത്തിൻ ബ്രാക്കറ്റ്സ് വേണമെങ്കിൽ എഴുതാം. എയും നെഗറ്റീവ് ഓഫ് എയിനും കൂടെ ലോ ഓഫ് വെക്ടർ അഡീഷൻ കൊണ്ടോ എന്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൾ വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് എ ബോഡി മൂവിങ് ഇൻ എ കംപ്ലീറ്റ് സർക്കിൾ. ആലോചിച്ച് നോക്കുക, ഒരു ഉറുമ്പാണെന്ന് വിചാരിക്കാം. ഒരു ഉറുമ്പ് ഇവിടെ നടക്കുവാണ്, അത് ഇങ്ങനെ ഒരു സർക്കിളിൽ നടക്കുവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഉറുമ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി, പക്ഷെ ഉറുമ്പ് എത്തുന്നത് എവിടെയാണ്? അവിടെ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ അതിന് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, പക്ഷെ അതൊരു വെക്ടറാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സർക്കിളിൽ പോകുന്ന ഒരു ഉറുമ്പിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു നൾ വെക്ടർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് നൾ വെക്ടറിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് റെക്ടാങ്കുലർ കമ്പോണൻസ് എങ്ങനെ എടുക്കാം
എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു എങ്ങനെയായിരുന്നു റിസൾട്ടൻറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ എടുക്കും, ആഡ് എങ്ങനെ ചെയ്യും എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇപ്പോൾ ഇങ്ങനെ എനിക്കൊരു വെക്ടർ ഉണ്ട്, ഇങ്ങനെ വേറൊരു വെക്ടർ ഉണ്ട്. ഇത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇതിനൊരു പാരലോഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്താണോ അതായിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടർ. അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടറിനെയും ആഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിനെയാണ് ഈ ഡയഗണൽ വരച്ച് കാണിക്കുന്നത്. അതിൻ്റെ പേരാണ് റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സിനെ ആഡ് ചെയ്ത് എനിക്ക് ഫൈനലി റിസൾട്ടായിട്ട് ഒരു വെക്ടറിനെ എനിക്ക് എടുക്കാൻ പറ്റുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ വെക്ടർ കോമ്പോസിഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. റെക്ടാങ്കുലർ കമ്പോണൻസ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കാം. എന്താ പറയുന്നത്, എനിക്ക് ഈ ഫൈനലി ഒരു വെക്ടറാണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. എനിക്ക് അതിനെ മൾട്ടിപ്പിൾ ഡയറക്ഷൻസിലായി എനിക്ക് പല വെക്ടറായി ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുന്നതാണ് ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും ഇത് ഇങ്ങനെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യം വരാം. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഒരു വെക്ടറായി കൺസിഡർ ചെയ്യുന്നതിനെക്കാട്ടിലും ലാഭകരമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ പല ഡയറക്ഷനിൽ എനിക്ക് പല വെക്ടേഴ്സായിട്ട്, ഈ വെക്ടറിന് പകരം പല ഡയറക്ഷനിൽ പല വെക്ടേഴ്സായി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ എങ്ങനെ ഈ റിസൾട്ടൻറ്റ് വെക്ടറിനെ എനിക്ക് മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് വി സ്പ്ലിറ്റ് എ വെക്ടർ into two components which are at right angles to each other, then they are called rectangular components of the vector. എപ്പോഴൊക്കെയാണോ ഒരു വെക്ടറിനെ എടുത്ത്, ഈ ഒരു വെക്ടർ ഉണ്ട്, റെഡിൽ കാണിച്ചിരിക്കുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, ആ കാണിച്ചിരിക്കുന്ന വെക്ടറിനെ എടുത്ത് രണ്ട് കമ്പോണൻ്റായി, രണ്ട് ഭാഗമായി ഞാൻ മുറിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് രണ്ട് ഭാഗമായി മുറിക്കാൻ പോകുന്നത്? റൈറ്റ് ആംഗിൾസിലുള്ള രണ്ട് വെക്ടറായി മുറിക്കാൻ പോകുന്നത്. ഇങ്ങോട്ടൊരു വെക്ടർ, ഇങ്ങോട്ടൊരു വെക്ടർ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെക്ടറിനെ എടുത്തിട്ട് എക്സ് ആക്സിസിൽ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് ആൻഡ് വൈ ആക്സിസിൽ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന ആ കമ്പോണൻസിൻ്റെ പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നോക്കുക, ഇതാണ് എൻ്റെ വെക്ടർ എന്ന് വിചാരിക്കാം. ഇതിനെനിക്ക് റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇതിനെ എക്സ് ആക്സിസിലോട്ട് മാപ്പ് ചെയ്യും. എക്സ് ആക്സിസിൽ കിട്ടുന്ന ദൂരം ഇതായിരിക്കും എനിക്ക് എക്സ് ആക്സിസിലുള്ള ഇതിൻ്റെ കമ്പോണൻറ്റ്. ഓക്കെ, ആ വെക്ടറിന് എക്സ് ആക്സിസിൽ എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതിനായിരിക്കും അതിൻ്റെ എക്സ് ആക്സിസിലെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് കിട്ടി. ലെറ്റ്സ് സേ ഇത് എ വെക്ടർ ആണെങ്കിൽ ഇത് എ എക്സ് എന്നെടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി വൈ ആക്സിസിൽ ഇതേപോലെ ഞാൻ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. ഈ വെക്ടറിൻ്റെ വൈ ആക്സിസിൽ എത്ര ദൂരമുണ്ട് എന്നുള്ളത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വൈ ആക്സിസിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരയ്ക്കുന്നു. ഈ ദൂരത്തിനെ ഞാൻ എ വൈ എന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ആക്കി ഈ വെക്ടറിനെ എടുത്ത് എക്സ് ആക്സിസിലോട്ട് പിടിച്ച് മാപ്പ് ചെയ്തു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്. അതേപോലെ വൈ ആക്സിസിലോട്ട് മാപ്പ് ചെയ്തു. എങ്ങനെയാണ് ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്? എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, വൈ ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻസ് വെച്ച് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് എ വൈയും എ എക്സും കിട്ടി. ഓക്കെ, എങ്ങനെ ഇനി എ എക്സിൻ്റെ എ വൈൻ്റെ വാല്യൂ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, എനിക്ക് എ ഉണ്ട്, ഇത് തീറ്റ ആണെന്ന് വിചാരിക്കാം, ഈ ആംഗിൾ ഒരു തീറ്റ ആംഗിളിൽ ഈ വെക്ടർ നിൽക്കുവാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഫോമിലാണ് ഇത് കിടക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിലാണ്. മാഗ്നിറ്റ്യൂഡ് എനിക്ക് എ ആണെന്നറിയാം, ഡയറക്ഷൻ എനിക്ക് തീറ്റ ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ കമ്പോണൻസ് കിട്ടും എന്ന് നോക്കാം. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ ഒ എന്ന് പറയുവാണ്, ഇതിനെ പി എന്ന് പറയുവാണ്, ഈ പോയിന്റിനെ ക്യൂ എന്ന് പറയുവാണ്. അപ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒ പി ക്യൂ. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിൾ ഒ പി ക്യൂ, ആ ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ഒ പി ക്യൂ. ഓക്കെ, ആ ഒ പി ക്യൂവിൽ നിന്നും എനിക്ക് എന്ത് മനസ്സിലാക്കാം? എനിക്ക് ആദ്യം അറിയാം ഒ ക്യൂ എന്ന് പറയുന്നത് എ എക്സ് ആണ്, അതായത് എന്റെ എക്സ് കമ്പോണൻ്റ് ആണ്. അതേപോലെ ഈ പി ക്യൂ എന്ന് പറഞ്ഞ സാധനം അതും ഈ എ വൈയും സെയിം ആണ്. കാരണം ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഈ സൈഡും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പി ക്യൂവിനെയും എനിക്ക് എ വൈ എന്ന് എഴുതാം, ഇതും എ വൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പി ക്യൂ ഇസ് ഈക്വൽ ടു എ വൈ ആണ്. ഈ ഒ പി ക്യൂ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം സൈൻ തീറ്റ പറയാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക,
ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇത് ഹൈപ്പോട്ടിന്യൂസ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എനിക്കറിയാം പി ക്യൂ ഡിവൈഡഡ് ബൈ ഒ പി ആണ്. ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് പി ക്യൂ ഡിവൈഡ് ബൈ ഒ പി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ വൈ ഡിവൈഡഡ് ബൈ എ ആണ്. കാരണം പി ക്യൂ നമുക്കറിയാം എ വൈ ആണ് ഓപ്പോസിറ്റ് സൈഡ്, ഒ പി നമുക്കറിയാം എ ആണ് ഹൈപ്പോട്ടിന്യൂസ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ വൈ ഡിവൈഡ് ബൈ എ, അങ്ങനെയാണെങ്കിൽ എ വൈ എടുക്കുകയാണെങ്കിൽ എനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് കോസ് തീറ്റ ഞാൻ പറയുവാണ്. കോസ് തീറ്റ എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എനിക്കറിയാം ഒ ക്യൂ ആണ്, ഒ ക്യൂ ഡിവൈഡഡ് ബൈ ഒ പി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒ ക്യൂ എന്താണ് എ എക്സ് ഡിവൈഡഡ് ബൈ പി, ഒ പി വീണ്ടും അറിയാം എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എനെ അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എ എക്സ് എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഒരു വെക്റ്റർ തന്നിട്ട് ആ വെക്റ്ററിന് എക്സ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ അതിന് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആംഗിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. അതാണ് ഇവിടെ കിട്ടിയത്, എ എക്സ് ഇക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ. വൈ കമ്പോണൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. എ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ എഴുതാം. എങ്ങനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ എഴുതാൻ പോകുന്നത്? നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം എന്താണെന്ന് നമുക്കറിയാം. എപ്പോഴും എക്സ് ആക്സിസിൽ എത്ര ദൂരം ഇൻറ്റു ഐ പ്ലസ് വൈ ആക്സിസിൽ എത്ര ദൂരം ഇൻറ്റു ജെ എന്നുള്ളതാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം എന്ന് പറയുന്നത്. രണ്ട് ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സി സി ഫോം എന്ന് ഞാൻ എഴുതുവാണ്. രണ്ടാമത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു, തീറ്റ ഡിഗ്രിയിൽ അത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് വരച്ചത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ആംഗിൾ ഉണ്ട്. അതിൽ നിന്നും എനിക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ എക്സിൽ അതിന് എത്ര ദൂരമുണ്ട് എന്നുള്ളത് നോക്കണം. എക്സിൽ ഇപ്പോൾ കിട്ടി എ എക്സ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ ഇൻറ്റു ഐ. ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്, പ്ലസ് ജെ അതായത് വൈ ആക്സിസിൽ എത്ര ദൂരമുണ്ട് എ വൈ. എ വൈ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് എനിക്ക് എഴുതാം. ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ എയും അതായത് എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ആംഗിളും, എ തീറ്റ മാഗ്നിറ്റ്യൂഡ് ആണ്, എ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഐ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലോട്ട് എനിക്കതിനെ കൊണ്ടുപോകാൻ കഴിയും. ഇനി തിരിച്ചെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ നിന്നും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഈ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് ലോ ഓഫ് വെക്ടർ അഡീഷൻ കൊണ്ട് ആഡ് ചെയ്താൽ മതി. എനിക്കിവിടെ മാഗ്നിറ്റ്യൂഡും ആംഗിളും കിട്ടും. ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് അത് വരുന്നത്? ആ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിനെ എ എന്ന് എടുക്കുക. ഓക്കെ, ഇതിനെ എ എന്ന് എടുക്കുക, ഇതിനെ ബി എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഈ കിട്ടുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നുള്ള ഫോം. ഇത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ സെഷൻ നോക്കുക, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം തന്നു കഴിഞ്ഞാൽ എനിക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഐ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് ചെയ്താൽ മതി. തിരിച്ചാണ് തരുന്നതെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ തന്നിട്ട് അതിനെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലോട്ട് കൊണ്ടുവരാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ എ എന്ന് എടുക്കുക, ഇതിനെ ബി എന്ന് എടുക്കുക, എന്നിട്ട് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുക. ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നുള്ള ഫോം ചെയ്താൽ മതി. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഐയും ജെയും ആയതുകൊണ്ട് തീറ്റ 90 ഡിഗ്രി ആണ്. കാരണം ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, ജെ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് ആംഗിൾ കിട്ടാൻ വേണ്ടി തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ
ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ആംഗിൾ കിട്ടും. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പഠിച്ച കൺസെപ്റ്റ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: റിസോൾവ് എ 10 Newton വെയിറ്റ് പ്ലേസ്ഡ് ഓൺ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് 30 degree, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്, 10 Newton ആണ്. ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുന്ന ഒരു ഉപരിതലം, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ബോർഡ് പോലെ, ഒരു ബോർഡിനെ ചരിച്ച് വെച്ചേക്കാണെന്ന് വിചാരിക്കുക, അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചേക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത് തിയറട്ടിക്കലി ആലോചിക്കേണ്ടത്, പ്രാക്ടിക്കലി ആലോചിക്കേണ്ടത്. ഓക്കെ, ഇവിടെയാണ് വെച്ചേക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എപ്പോഴും നേരെ താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അത് ഓർക്കുക. കാരണം ഗ്രാവിറ്റി നേരെ താഴോട്ടാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10 Newton എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 Newton അങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? റിസോൾവ് ദാറ്റ് 10 Newton വെയിറ്റ്. ഇതിനെ റിസോൾവ് ചെയ്യണം. എങ്ങനെയാ? പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ആ പ്ലെയിനിന് പാരലലായും പെർപെൻഡിക്കുലർ ആയും ഈ വെയിറ്റിനെ റിസോൾവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ പറയുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങോട്ടൊരു കമ്പോണന്റ് എടുക്കണം. പ്ലെയിനിന്റെ പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു കമ്പോണന്റ് എടുക്കണം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് 30 degree ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇത് 30 degree ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻ. ഈ നോട്ട്സ് എഴുതിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എൻ്റെ കൂടെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. മനസ്സിലാവാത്ത പിള്ളേർ മാത്രം ഒന്ന് ഫോളോ അലോങ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇത് അങ്ങ് നീട്ടി, ഇതിനെയും നീട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ലെറ്റ്സ് സേ ഞാൻ ഇതിനെ OPQR എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 30 degree ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് ആണ്. വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് നേരെ കുത്തനെ താഴോട്ടാണ്. ഞാൻ ഈ പേന ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പേന ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നാലും ചരിഞ്ഞിരുന്നാലും എങ്ങനെയാണെങ്കിലും നേരെ കുത്തനെ ഭൂമിയിലോട്ട് നേരെ താഴെയായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അതായത് ഭൂമിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഒരു ബോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ബോൾ നിങ്ങൾ ചരിഞ്ഞ തലത്തിൽ വെച്ചാലും ബോൾ നിങ്ങൾ നേരെ ഉള്ള ഒരു ഉപരിതലത്തിൽ വെച്ചാലും എങ്ങനെ വെച്ചാലും വെയിറ്റ് ഭൂമിയിലോട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ ബോളിൽ നിന്നും നേരെ താഴോട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 10 Newton എന്ന് പറഞ്ഞ ആ PQ എന്ന് പറഞ്ഞത് ഇത് 90 degree ആയിരിക്കും രണ്ട് സൈഡിലും. അപ്പോൾ ഇത് 2 റൈറ്റ് ട്രയാങ്കിൾ ആണ്. OQPയും QPRും രണ്ടും റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് 30 ആയി, ഇത് 90 ആയി. അപ്പോൾ ഇത് ബാക്കി 60 ആണ്. ഈ ആംഗിൾ ഇത് 60 degree ആണ്. അത് 60 degree ആണെങ്കിൽ ഇത് 30 degree ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പടം ഒന്നുകൂടെ നേരെ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, എൻ്റെ വെയിറ്റ് ഒന്നെങ്കിൽ 60 degree അല്ലെങ്കിൽ 30 degree ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആംഗിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. എൻ്റെ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുവാണ്, 10 Newton. ഈ താഴോട്ടിരിക്കുന്ന വെയിറ്റിനെ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് 2 ആക്സിസ് ആയിട്ടാണ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സ് ആക്സിസ് ആണെന്ന് കരുതുക. ഇത് 30 degree, പിന്നെ വൈ ആക്സിസ് അപ്പുറത്ത് 60 degree ഉണ്ട്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2 ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ വെക്ടറിന്റെ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. എപ്പോഴും ഓർക്കുക, ഈ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണ്, അല്ലാതെ വൈ ആക്സിസുമായിട്ടുള്ള ആംഗിൾ അല്ല. വൈ ആക്സിസുമായിട്ടുള്ള ആംഗിൾ എടുത്തിട്ട് കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് AX അല്ല കിട്ടുന്നത്, വേറെ AY ആയിരിക്കും കിട്ടുന്നത്. എപ്പോഴും ഓർക്കുക, വെക്ടർ ആൻഡ് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെ തന്നാൽ മാത്രമേ A cos തീറ്റ എന്ന് പറയുന്ന എക്സ് കമ്പോണന്റും A sin തീറ്റ എന്ന് പറയുന്നത് വൈ കമ്പോണന്റും ആകത്തുള്ളൂ. അതേപോലെ ഇവിടെയും നമ്മൾ വെക്ടർ പറഞ്ഞു, ആ വെക്ടറിന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ 30 degree, അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ എക്സ് കമ്പോണന്റ് ഇതിനെ WX എന്ന് ഞാൻ പറയുകയാണ്, WY എന്ന് പറയുകയാണ്. അപ്പോൾ WXനെ എനിക്ക് എങ്ങനെ എഴുതാം? 10 × cos 30 എന്ന് പറയാം. ഇതാണ് WX. ഓക്കെ, ഇത് WY. WX എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, WY എന്ന് പറയുന്നത് പാരലൽ ടു ദ പ്ലെയിൻ. അപ്പോൾ 10 × cos 30. cos 30 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2 ആണ്. അപ്പോൾ 10 × √3/2 എന്ന് പറഞ്ഞാൽ 5√3 ആയിരിക്കും എനിക്ക് അവിടെ കിട്ടുന്ന ഫോഴ്സ്. ഇനി നെക്സ്റ്റ് WY പറയുവാണെന്നുണ്ടെങ്കിൽ 10 × sin 30 ആയിരിക്കും. കാരണം y
പറയുമ്പോൾ സൈൻ തീറ്റ വേണം പറയാൻ. എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ വേണം പറയാൻ, ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ 10 ഇൻറ്റു സൈൻ 30 അപ്പോൾ 10 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അതായിരിക്കും ഡബ്ല്യു എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് ഫോഴ്സസിന്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെക്റ്റർ അഡീഷൻ പറഞ്ഞു. നമ്മൾ 4 ഓപ്പറേഷൻസ് ആണ് എപ്പോഴും പറയുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ വെക്റ്റർ അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡീഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അഡീഷൻ്റെ ഓപ്പോസിറ്റ് ആണ് സബ്ട്രാക്ഷൻ. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അതേപോലെ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനാണ് ഞാൻ 2C എന്ന് എഴുതിയിട്ടുള്ളത്. കാരണം 2A എന്ന് പറയുന്നത് അഡീഷൻ ആയിരുന്നു, 2B എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആയിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിലായി നമ്മൾ അത് നോക്കിയിട്ടുണ്ട്. ഇനി 2C പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. 2 വെക്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ പ്രോഡക്റ്റ് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, ആദ്യം നമ്മൾ അഡീഷൻ്റെ കേസ് പറഞ്ഞാലും സബ്ട്രാക്ഷൻ്റെ കേസ് പറഞ്ഞാലും 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ 2 വെക്ടർ ഇരിക്കുകയാണ്, ഈ വെക്ടറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് മൂന്നാമതൊരു വെക്ടർ ആയിരിക്കും. ആ റിസൾട്ട് ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ പറയുവാണ് ഇങ്ങനെ ഒരു വെക്ടർ നിൽക്കുന്നു, ഇങ്ങനെ വേറൊരു വെക്ടർ നിൽക്കുന്നു, ഇത് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു വെക്ടർ ആയിരിക്കും. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് സബ്ട്രാക്ഷൻ ചെയ്താലോ? ഇതേപോലെ 2 വെക്ടേഴ്സ് ഉണ്ട്, അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യൂ എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 വെക്ടേഴ്സ് ഉണ്ട്, അതിനെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെക്ടറിനെ തിരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് 2 വെക്ടേഴ്സ് ഇരിക്കുന്നത് വിചാരിക്കാം. അവയെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ തിരിക്കുക, എന്നിട്ട് ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക. അങ്ങനെയാണ് വെക്ടർ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോഴും കിട്ടുന്ന റിസൾട്ട് ഒരു വെക്ടർ തന്നെയായിരിക്കും. കാരണം അവസാനം നമ്മൾ ചെയ്യുന്ന വെക്ടർ അഡീഷൻ ആണ്. വെക്ടർ അഡീഷനിൽ കിട്ടുന്നത് നമുക്കൊരു വെക്ടർ തന്നെയാണ്. ഇനി പ്രോഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? 2 വെക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു വെക്ടറും ആവാം, ഒരു സ്കെയിലറും ആവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്ന കാര്യം. ഓക്കെ, 2 വെക്ടേഴ്സ് തമ്മിൽ പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടറും ആവാം, അല്ലെങ്കിൽ ഒരു സ്കെയിലറും ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പറയേണ്ടി വരും. എന്താണ് 2 രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ? ഒന്നെങ്കിൽ 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്കെയിലർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, അങ്ങനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു വെക്ടർ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്, അങ്ങനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു സ്കെയിലർ ആവുന്നു. അങ്ങനത്തെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആൻഡ് ദി കൊസൈൻ ഓഫ് ദി സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. ദ റിസൾട്ട് ഓഫ് ദിസ് ഈസ് എ സ്കെയിലർ. ഓക്കെ, എന്താ പറഞ്ഞത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ്. 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് വി ടേക്ക് ദ കൊസൈൻ ഓഫ് ദി സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, എപ്പോഴും മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയുടെ കോസ് തീറ്റ കൊണ്ടും കൂടെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കും, ആ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റേനെയും കൂടെ, ആ തീറ്റേനെ വെച്ച് കോസ് തീറ്റ, ആ തീറ്റയുടെ കോസ് തീറ്റേനെയും കൂടെ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആൻഡ് ദ കോസൈൻ ഓഫ് സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. എന്താണ് ഈ സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ലെറ്റ്സ് സേ എ ഇതാണ്, ബി ഇതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 രീതിയിൽ ആംഗിൾ പറയാം. ഈ വരച്ച് കാണിച്ചിരിക്കുന്ന തീറ്റ പറയാം, അല്ലെങ്കിൽ പുറത്തിങ്ങനെ വലിയൊരു ആംഗിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ എടുക്കുന്ന എപ്പോഴും അകത്തുള്ള ആംഗിൾ ആയിരിക്കും. അതാണ് ഈ സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത്. കാരണം വലിയൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ അല്ലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും അകത്തുള്ള കുഞ്ഞ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദോസ് 2 വെക്ടേഴ്സ്. 2 എയും ബിയും ആണെങ്കിൽ ആ എൻ്റെയും ബിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ മോഡുലസ് എടുത്ത് മൾട്ടിപ്ലൈ എ ഇൻറ്റു ബി ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റു ദ കോസൈൻ ഓഫ് സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. ആ തീറ്റയുടെ കോസ് തീറ്റേനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് നമുക്ക് പറയാം. ഈ കിട്ടുന്നത് ഒരു സ്കെയിലാർ വാല്യൂ ആയിരിക്കും. കാരണം എന്താ? ഈ എ എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആണ്. മോഡുലസ്, ഒരു വെക്ടറിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്കെയിലർ ആയിരിക്കും കിട്ടുന്നത്, ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നതും ഒരു സ്കെയിലർ ആണ്, ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. കോസ് തീറ്റയും ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതിനെ മുന്നേയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവസാനം കിട്ടുന്നത് ഒരു സ്കെയിലാർ തന്നെ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് വെക്ടർ റെപ്രസെന്റേഷൻ രണ്ട് രീതിയിൽ പറയാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിൽ പറയാം. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഈ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? a × b × cos θ എന്ന് ചെയ്താൽ മതി. എനിക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ രീതിയിലാണെങ്കിലോ, കാർട്ടീഷ്യൻ ഫോമിലാണ് ഈ വെക്ടേഴ്സ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലോ, അതിന് നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ട് റൂളുണ്ട്. ആദ്യം i.i എന്താണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും കിട്ടുന്നത് x1i + y1j + z1k എന്നായിരിക്കും. ഐയിലെ വാല്യൂ, ആ വെക്ടറിന്റെ എക്സ് ആക്സിസിൽ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അതേപോലെ ജെയിന്റെ വാല്യൂ y1 ആണ്. അതായത് y ആക്സിസിൽ അതിന് എത്ര നീളമുണ്ട് എന്നുള്ളത് കിട്ടും. ലെറ്റ്സ് സേ ഞാൻ ഇവിടെ ഒരു വെക്ടർ വരയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇങ്ങനെ ഇത് ബോർഡിന് പെർപെൻഡിക്കുലർ ആയി ഒരു ഇസഡ് ആക്സിസും ഉണ്ട്. അപ്പോൾ ഇതിന് എക്സ് ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ട്, അതിനാണ് x1 എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ ഇതേപോലെ ഒരു വാല്യൂ ഉണ്ട്, അതിനെ y1 എന്ന് പറഞ്ഞു. ഇസഡ് ആക്സിസിലും ഇതിനൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് നമ്മൾ z1 എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതും അതിനെ? x1 × i + y1 × j + z1 × k എന്നെഴുതും. അതേപോലെ ബി മറ്റൊരു വെക്ടറാണ്, അതിന് x2i + y2j + z2k ആണെന്ന് വിചാരിക്കാം. ഇതിനാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ x1i-നെ എനിക്ക് x2i ആയിട്ടും y2j ആയിട്ടും z2k ആയിട്ടും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ x1i × x2i + y2j + z2k. ഓക്കെ, ഇതേപോലെ y1j-നെ എനിക്ക് x2i ആയിട്ടും y2j ആയിട്ടും z2k ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഞാൻ പറയുവാണ് y2j × x2i + y2j + z2k. പ്ലസ് മൂന്നാമത് ഈ z1k-നെ എടുത്തിട്ട് എനിക്ക് x2y ആയിട്ടും y2j ആയിട്ടും z2k ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ z1k × x1i + y2j + z2k. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ഇനി ശ്രദ്ധിക്കാം, നമുക്ക് റൂൾ പറയുന്നത് എന്താണ്? എപ്പോഴും റൂൾ പ്രകാരം i × i അല്ലെങ്കിൽ i.i ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ j.j ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ k.k ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതാത് കമ്പോണന്റിലുള്ള സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതാത് കമ്പോണൻസിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഐനെ ഐയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ജെയിനെ ജെയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കെയിനെ കെയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനി ഐനെ ജെയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ ജെയിനെ കെയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെയിനെ ഐയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. എപ്പോഴാണ്? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതാത് കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. മറ്റുള്ള കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, x1i-നെ x2i ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, x1i-നെ y2j ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, x1i-നെ z2k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ ഈ രണ്ട് സാധനങ്ങൾ x1i-നെ y2j ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. കാരണം ഐയും ജെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, അതേപോലെ x1i-നെ z2k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ആകെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി y2j-നെ എനിക്ക് x2i ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഇതിന് കുഴപ്പമൊന്നുമില്ല, അതായത് ജെയും ജെയും ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ y2j-നെ z2k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഇനി അടുത്ത z1-ന്റെ കേസ് പറയാം. z1k-ൽ x1i ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും, y2j ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും, z2k അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി റിസൾട്ട് എഴുതാം. എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത്? x1i-നെ x2i ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. i × i ഞാൻ പറഞ്ഞു 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x1 x2 ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം 0 ആയിപ്പോയി. ഇനി അടുത്ത് y2j-നെ ആദ്യത്തെ 0 ആയി, y2j ആയിട്ട് y1j-നെ y2j ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് y1 ആണ്. ഓക്കെ, y1j-നെ y2j ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ j × j ഞാൻ പറഞ്ഞു 1 ആണ്, y1 × y2 y1 y2 പ്ലസ് z1k-നെ
ബാക്കി രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി, കാരണം കെ ഡോട്ട് ഐയും കെ ഡോട്ട് ജെയും 0 ആണെന്ന് പറഞ്ഞു. Z1Kനെ Z2K ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ഡോട്ട് കെ 1 ആണ്, Z1 Z2 ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത്. ഇതായിരിക്കും എനിക്ക് ഡോട്ട് പ്രോഡക്റ്റിൽ കിട്ടുന്ന വാല്യൂ. ഓക്കെ, എങ്ങനെയാ അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത്? ബാക്കിയുള്ള കമ്പോണൻസ് ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഐ കമ്പോണൻറ്റിലുള്ള എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, പ്ലസ് ജെ കമ്പോണൻറ്റിലുള്ള കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ആൻഡ് കെ കമ്പോണൻറ്റിലുള്ള കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അത്രയേ ഉള്ളൂ, നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെയാണോ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സ്കേലാർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം വന്നു കഴിഞ്ഞാൽ രണ്ട് മാഗ്നിറ്റ്യൂഡിനെ എടുക്കുക, രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ എടുക്കുക, ഇൻറ്റു അതിൻ്റെ ഇടയ്ക്കുള്ള സ്മോളർ ആംഗിൾ കോസ് തീറ്റ, അതിൻ്റെ കോസ് തീറ്റ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് എനിക്ക് സിമ്പിളായി എഴുതാം. കാർട്ടീഷ്യൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ x1i x2 പ്ലസ് y1j പ്ലസ് z2k ആണെന്നുണ്ടെങ്കിൽ, മറ്റേ രണ്ടാമത്തെ വെക്ടർ എന്ന് പറയുന്നത് x2i പ്ലസ് y2j പ്ലസ് z2k ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതാത് കമ്പോണൻറ്റിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, ബാക്കിയുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ x1 x2 പ്ലസ് y1 y2 പ്ലസ് z1 z2 എന്നായിരിക്കും എൻ്റെ റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഫൈൻഡ് a ഡോട്ട് b if a is 5 Newton and b is 10 Newton and theta is equal to 60 degree. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഡോട്ട് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ? എന്റെ വാല്യൂ 5 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ്, ബിന്റെ മാഗ്നിറ്റ്യൂഡ് 10 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഫോമിലാണ് വന്നിട്ടുള്ളത്, എനിക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താണ് ചെയ്തത്. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമുക്കറിയാം മോഡുലസ് ഓഫ് എ, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുവാണ് ഞാൻ. മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 5 Newton ആണെന്ന് പറഞ്ഞു. മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് 10 Newton ആണെന്ന് പറഞ്ഞു. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ 10 ഇൻറ്റു 5 ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 60 നമുക്കറിയാം 1/2 ആണ്. 10 ഇൻറ്റു 5 50 ആണ്. 50 ഇൻറ്റു 1/2 25 Newton ആയിരിക്കും എനിക്ക് കിട്ടുന്ന വാല്യൂ. 25 ആയിരിക്കും എനിക്ക് കിട്ടുന്ന വാല്യൂ. കാരണം കിട്ടുന്നത് ഒരു സ്കേലർ ആണ്, അതിന് യൂണിറ്റ് ഇല്ല. 25 ആയിരിക്കും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ. ഇനി നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ഐ പ്ലസ് 2j മൈനസ് കെ ആൻഡ് ബി ഐ മൈനസ് ഐ പ്ലസ് ജെ മൈനസ് 2k. ഓക്കെ, എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എ എന്ന് പറയുന്നത് ഐ പ്ലസ് 2j മൈനസ് കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി എന്ന് പറയുന്നത് മൈനസ് ഐ പ്ലസ് ജെ മൈനസ് 2k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും എനിക്ക് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് അറിയാം √(x² + y² + z² ആണ്. അതേപോലെ മോഡുലസ് ഓഫ് ബി എനിക്കറിയാം √(x² + y² + z² ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും കിട്ടി. അതേപോലെ എനിക്ക് ഈ രണ്ടിൽ നിന്നും എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എ ഡോട്ട് ബി കണ്ടുപിടിക്കുന്നത്? ഐയിലുള്ള കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ജെയിലുള്ള കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, കെയിലുള്ള കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ഡോട്ട് ബി കിട്ടി. ഇനി എ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും നമുക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ എ ഡോട്ട് ബിയും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് കോസ് തീറ്റ എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി. എ ഡോട്ട് ബിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ എൻ്റെയും ബിൻ്റെയും മോഡുലസ് കണ്ടുപിടിക്കുക, പിന്നെ അത് വെച്ച് എ ഡോട്ട് ബി കണ്ടുപിടിക്കാം, എന്നിട്ട് കോസ് തീറ്റയുടെ വാല്യൂ എടുത്ത് എഴുതുക. ഒരിക്കൽ കൂടി വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതേണ്ടവർ എഴുതിയെടുത്തിട്ട് ഇതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവർ എൻ്റെ കൂടെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യം മോഡുലസ് ഓഫ് എ നമുക്ക് എഴുതാം. മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് എനിക്കറിയാം i + 2j - k, അതിൻ്റെ മോഡുലസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് i എന്ന് പറഞ്ഞാൽ 1i അല്ലെങ്കിൽ 1² x², iൻ്റെ കോഫിഷ്യൻ്റെ സ്ക്വയർ പ്ലസ് ജെയിൻ്റെ കോഫിഷ്യൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ പ്ലസ് കെൻ്റെ കോഫിഷ്യൻ്റെ സ്ക്വയർ. -1 ആണെങ്കിൽ -1ൻ്റെ സ്ക്വയർ ആകുമ്പോൾ അത് +1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് എ. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, +4 + 1 √6 ആയിരിക്കും എനിക്ക് മോഡുലസ് ഓഫ് എ കിട്ടുന്നത്. ഇനി അടുത്ത മോഡുലസ് ഓഫ് ബി എഴുതുക. അതേപോലെ ഐൻ്റെ കോഫിഷ്യൻ -1, അതിൻ്റെ സ്ക്വയർ -1ൻ്റെ സ്ക്വയർ 1² തന്നെയാണ്, പ്ലസ് ജെയിൻ്റെ കോഫിഷ്യൻ +1 ആണ്, അതിൻ്റെ സ്ക്വയർ 1² പ്ലസ് കെ -2 ആണ്, -2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 4 തന്നെയാണ്, അല്ലെങ്കിൽ 2² എന്ന് എഴുതാം. ഓക്കെ, ഒരിക്കൽ കൂടി √6 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി a.b എങ്ങനെ കണ്ടുപിടിക്കാം? a.b ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ഫോമാണ്. a.b എന്ന് പറയുന്നത് x1 x2 + y1 y2 + z1 z2, അതായത് iൻ്റെ കോഫിഷ്യൻ്റെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × -1 പ്ലസ് 2 × +1, 2 × 1 പ്ലസ് -1 × -2, -1 × -2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? ഇത് -1 തന്നെയാണ്, +2, നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവ് ആണ്, +2, അപ്പോൾ ഇത് 3 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എയും ബിയും √6 ആണ്, a.b 3 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് cos θ എങ്ങനെ എഴുതാം? cos θ = a.b divided by modulus of a into modulus of b. സോ a.b എനിക്കറിയാം 3 ആണ്, 3 divided by modulus of a √6 into modulus of b അതും √6. അപ്പോൾ എനിക്ക് 3/6 അല്ലെങ്കിൽ 1/2. cos θ 1/2 ആണെങ്കിൽ θ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ cos θ = a.b divided by modulus of ab. അതെങ്ങനെ കിട്ടിയത്? a.b എന്ന് പറയുന്നത് a modulus of a into modulus of b into cos θ ആണ്. അപ്പോൾ cos θ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്താണ് നൾ വെക്ടർ എന്നുള്ള കാര്യം നോക്കി, റെക്ടാങ്കുലർ കമ്പോണൻസ് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കിയായിരുന്നു. റെക്ടാങ്കുലർ കമ്പോണൻസ് എടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗിൾ ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതും, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത്. മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ 2 രീതിയിലുണ്ട്. ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സ്കേലർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. ആ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതും അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്കേലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് കമൻസിൽ എഴുതുക. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.